ഈ ഭ്രഷ്ട് കൽപ്പിക്കുന്ന ക്ഷേത്രങ്ങളോട് അത് അവിടുത്തെ ആചാരം അങ്ങനെ ആയിരിക്കാം. പക്ഷെ എനിക്ക് അത്ര എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് എല്ലാവരും ഒരുപോലെ കാണണം. എല്ലാ അതുപോലെ ഞാൻ വെളുമ്പത്ത് പള്ളി എന്നൊരു പള്ളിയുണ്ട്, അവിടെ നമ്മൾ പൈസ ഇടാറുണ്ട്. അതുപോലെ പോകുമ്പോൾ പൈസ ഇടാറുണ്ട്. അപ്പം അവിടെ അങ്ങനെയാണ്. നമ്മളെല്ലാം മനുഷ്യരല്ലേ. അപ്പം എനിക്ക് ആ വേർതിരിവിനോട് താല്പര്യമില്ല. മാറ്റി നിർത്തൽ പരിപാടി, ജാതി മത രാഷ്ട്രീയം പറഞ്ഞില്ല മാറ്റി നിർത്തലിനോട് ഞാൻ യോജിക്കുന്നില്ല. അതെന്റെ പേഴ്സണൽ അഭിപ്രായം. എൻ്റെ അച്ഛൻ അതാണ് നല്ലത്. അച്ഛൻ അവിടെ പൈസ ഇടുന്ന ഞാൻ കണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ജോലി ചെയ്തത് ഒരു മുസ്ലിം ഫാമിലിയിലാണ്. എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ അമ്മ വർക്ക് ചെയ്തത് ഒരു മുസ്ലിം കുഞ്ഞമ്മ ഡോക്ടർ അടുത്താണ്. 40-45 വർഷം ഹോസ്പിറ്റലിൽ. എൻ്റെ അച്ഛൻ അബ്ദുള്ളാജി എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വണ്ടിയിലെ ഡ്രൈവറായിരുന്നു 10-40 വർഷം. ഇവരുടെ പൈസ കൊണ്ടല്ലേ ഞാൻ ജീവിച്ചത്. ആ പൈസയിൽ എൻ്റെ വയറ്റിൽ പോയി. അവിടുത്തെ ബിരിയാണി, പിന്നെ ഈ പറഞ്ഞ നോമ്പിനുള്ള ഫുഡും ഇതൊക്കെയാണ് എൻ്റെ വയറ്റിലെത്തിയത്. അതുപോലെ എൻ്റെ വീട്ടിലെ ഓണത്തിൻ്റെ സദ്യ എൻ്റെ സുഹൃത്തായ നൗഷാദിന് അവരൊക്കെ പൈസ അങ്ങനെ. അപ്പം നമ്മൾ ഇപ്പോഴും ബന്ധമുണ്ട്. അതെ, ശരിയാണെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഈ നോമ്പിന്റെ സമയത്ത് എല്ലാം എൻ്റെ വീടും മൊത്തം മുസ്ലിംസ് വീടിന്റെ നടുക്ക. അപ്പൊ എപ്പോഴും അവര് കൊണ്ടുതരും, നമ്മൾ അങ്ങ് കൊടുക്കും. നല്ലൊരു മതസൗഹാർദ്ദമാണ്. പൊളിക്കാൻ ആര് ശ്രമിച്ചാലും നമ്മൾ അനുവദിക്കുന്നതല്ല. അതെ, കണ്ണൂർ എല്ലാരും പറയും എന്താ പറയാ കൊല്ലും കൊലയൊക്കെയാണ്, അത് അത്ര മതസൗഹാർദ്ദം ഇല്ല എന്നൊക്കെ. പക്ഷെ അവിടെ എല്ലാരും ഒന്നാണ്. മതങ്ങളും രാഷ്ട്രീയങ്ങളെയും തമ്മിലടുപ്പിച്ച് രസിക്കുന്ന ആൾക്കാരുടെ കണ്ണികളാവാതിരിക്കുക, അത്രേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. കാരണം വ്യക്തിപരമായിട്ട് ആർക്കും ആരോടും ദേഷ്യമില്ല, ഉണ്ടാക്കുന്നതല്ലേ. എന്തിനാണ് ഈ പറഞ്ഞ ഈ മതങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുന്നതും രാഷ്ട്രീയങ്ങളും അടി ഉണ്ടാക്കുന്നതും വ്യക്തിപരമായിട്ടുള്ള കാര്യമായിരിക്കാം, ഒരു വ്യക്തിയുടെ കാര്യമായിരിക്കാം ചിലപ്പോൾ അത്.